ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് വന്ന ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനമായിട്ടാണ്. ഇതിനൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ. നല്ല രസമായിരുന്നു ഓഡിറ്റോറിയം കാണാനൊക്കെ വേണ്ടിയിട്ട്. നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട്. ഓഡിറ്റോറിയത്തിൻ്റെ പേര് കരിമ്പാലയിൽ കൺവെൻഷൻ സെൻറ്റർ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കൂടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. റെഡിൻ്റെ കൂടെയാണ് ഫോട്ടോസൊക്കെ എടുത്തത്. ഗ്രീന് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ കുറേ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ ലൈറ്റ്സൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെറിയൊരു പാർക്കും ഉണ്ടായിരുന്നു. ആ ഒരു പാർക്കിലേക്ക് പോകുന്ന ഒരു വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ശേഷം അവിടെ കുറേ ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു ഡെക്കറേഷൻ. പിന്നെ ഇതേ കണ്ടില്ല, പച്ചയുടെ കൂടിയിട്ടാണ് കളിച്ചത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇതേ കണ്ട് നല്ല രസമില്ലേ. അതിനുള്ളിൽ ഒരു ഏട്ടനായിരുന്നു കേട്ടോ. ഇതേ കണ്ടില്ല, ഈ പച്ചയുടെ കൂടെ ഞങ്ങൾ കളിച്ചത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് പേടിച്ചു. പിന്നെ ഞങ്ങൾ കുറേ ചെക്കന്മാർ വന്നിട്ട് വെറുതെ വെറുപ്പിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറേ ലൈറ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കാണാൻ. എൻ്റെ അനിയനെ ഒരു പച്ചയുടെ അടുത്തേക്ക് പോയി. എനിക്കൊരു കുഞ്ഞനിയനുണ്ട്. ആൾക്കിപ്പോൾ 2 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പോൾ അവനും അതിന് കയ്യൊക്കെ കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഉള്ളിലും അടിപൊളിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഡെക്കറേഷൻസൊക്കെ ആയിരുന്നു. നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്, ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ പ്രസംഗമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ തിരിച്ച് വന്നു കേട്ടോ. എന്തൊക്കെയൊക്കെയോ അവർ ആ ഒരു ഓഡിറ്റോറിയത്തിനെ പറ്റിയിട്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് കുറേ നേരം പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് പോന്നു. ആ ഒരു ഓഡിറ്റോറിയത്തിന് കുറച്ച് മുമ്പായിട്ട് തന്നെ സോഫയൊക്കെ വെച്ചിട്ട് അടിപൊളിയായി. പിന്നെ ഞാൻ എന്നെയും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ ഒരു കസിനാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പാർക്കിക്കൊക്കെ പോയി. ഇതായിരുന്നു കേട്ടോ ഒരു പാർക്ക്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ കഴിച്ച ഫുഡ് ഇതൊക്കെയായിരുന്നു കേട്ടോ. ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേക്കും ഗാനമേളയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിന് തൊട്ടപ്പുറത്തൊരു സ്റ്റേജ് ഉണ്ട്. അവിടെ പാട്ടൊന്നുമില്ല, എങ്കിലും അപ്പുറത്തൊരു സ്റ്റേജ് ഉണ്ട്. ഇവിടെ ആയിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുള്ള പാട്ട്. പിന്നെ കുറേ കുട്ടികളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ശേഷം ആ ഒരു പാർക്കിൻ്റെ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു കേട്ടോ വേറെ സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അവിടെ കുറേ ട്രീസ്, അതിൽ ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേജ്. പിന്നെ ഇതിന് തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ ഒരു പാർക്ക്. അവിടെ കുട്ടികൾക്ക് സ്ലൈഡ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ അനിയൻ. പേര് ആകാശ് എന്നാണ് കേട്ടോ. എനിക്ക് 2 അനിയന്മാരാണ്. ഒരനിയൻ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ 2ാമത്തെ അനിയൻ കേട്ടോ. ഇവന് 2 വയസ്സാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു വൈറ്റ് ഡ്രസ്സില്ലേ, അവൻ എൻ്റെ ക്ലാസ്സിലെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ ഒരു പർപ്പിൾ ഡ്രസ്സ് എന്ന് പറയുന്നത് എൻ്റെ അനിയനല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൻ്റെ പേര് ആദർശ് എന്നാണ്. അവന് ഒരുപാട് വീഡിയോസിൽ എൻ്റെ വന്നിട്ടുണ്ട്. അവൻ്റെ ക്ലാസ്സിലാണ് അവൾ. ഇനി എൻ്റെ കുഞ്ഞനിയൻ്റെ ക്ലാസ്സിൽ അവൾക്ക് ഒരു അനിയത്തിയും കൂടെ ഉണ്ട്. ആ അനിയത്തി ഇതാണ് കേട്ടോ, കല്ലു എന്നാണ് പേര്. ശരിക്കും പേര് കല്യാണി എന്നാണ്, ഞങ്ങൾ വിളിക്കുക കല്ലു എന്നാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞനിയൻ്റെ ക്ലാസ്സിലാവും ഇവൾ. 2 പേരും ഭയങ്കര ക്യൂട്ടായിട്ട്, 2 പേരും ഭയങ്കര ഫ്രണ്ടുമാണ്. ശേഷം ഞങ്ങൾ പോയപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞ് പ്രസംഗമൊക്കെ കഴിഞ്ഞു. അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗാനമേളയുടെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ശേഷം ലാസ്റ്റ് പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു, സ്കൈ ഷോട്ട്. കുറേ നേരം ഉണ്ടായിരുന്നു. മുഴുവൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനെടുത്ത ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റാണ് ഞാനെടുത്ത എല്ലാ ഫോട്ടോസും ആഡ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടിയ കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാനൊരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്.
ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോസ്. പിന്നെ ഈ ഒരു പ്ലാന്റിൽ ലൈറ്റൊക്കെ വെച്ച് ഒറിജിനൽ പ്ലാന്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ റെഡിൻ്റെ കൂടെ എടുത്ത ഫോട്ടോസും പാടെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.